അപ്പാനി ശരത് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. അപ്പാനി ശരത്തിനെ നമുക്കറിയാം. എനിക്ക് ഇതിൽ ഏറ്റവും വേണ്ട എന്ന് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ശരത്ത്. കാരണം അദ്ദേഹം നമുക്കറിയാം അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ കൂടി വന്നതാണ്. അദ്ദേഹത്തിന് ആക്ടിങ് ബേസും എല്ലാം കൊണ്ടും അദ്ദേഹം അടിപൊളിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈയിടെയായിട്ട് അവസരങ്ങൾ എന്തോ കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ എന്തിനാണ് അദ്ദേഹം ഈ ഒരു പ്ലാറ്റ്ഫോം തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇത് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ആളുകളുടെ ഇടയിൽ ഒരു ആക്ടർ എന്ന നിലയിൽ ഫേമസ് ആണ്. പക്ഷെ അദ്ദേഹം മാരകമായിട്ടുള്ള എന്തോ ഒരുപാട് പിന്നീട് അദ്ദേഹം റോളുകൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം തമിഴിലും ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പോയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളും എല്ലാം ശരിയാവുമായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം ഇതെല്ലാം ഓവർകം ചെയ്ത് വരുമായിരിക്കാം. ഒരുപാട് പ്ലാനുകളോടെയായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ബിഗ് ബോസിൽ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യകത ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഓക്കെ. പക്ഷെ ഈ പരിസരത്ത് തന്നെ അത് ബീറ്റ് ചെയ്ത് വരുമെന്നോ അദ്ദേഹത്തിന് അതൊരു ഈ ഗെയിം പ്ലാനുകളൊക്കെ ചേഞ്ച് ചെയ്ത് അതിനനുസരിച്ച് വർക്ക്ഔട്ട് ആക്കി അല്ലെങ്കിൽ പുതിയ ഒരു പ്ലാനുകളിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇതേപോലത്തുള്ള എന്താ പറയാ മെന്റലി തന്നെ ടോർച്ചറിങ് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ഇതിലും അദ്ദേഹം പരാജയപ്പെടുകയും അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിനകത്ത് എന്തായാലും പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ അതിൽ നിന്ന് പഠിച്ച് ചിലപ്പോൾ ആളുകളുടെ സപ്പോർട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവും ഇരിക്കാം. കാരണം എനിക്ക് തോന്നിയില്ല. എനിക്ക് അതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് ഓരോരുത്തരുടെ ഒരു രീതിയിൽ കണ്ടാൽ അറിയാലോ. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പണിശരത്ത് ഈ പറഞ്ഞ പോലെ അത് ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പല ഗെയിമുകളും അദ്ദേഹത്തിന് പറ്റുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവരുടെയും പല പല ഇൻസൾട്ടുകൾ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. പോകെ എന്തായാലും റിയൽ ക്യാരക്ടറുകൾ പുറത്തു വന്ന് ആളുകൾക്ക് കൂടുതൽ നെഗറ്റീവുകൾ ഈ പറയുന്ന പരിസരത്തിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ കരിയറിനെ അത് ബാധിക്കുകയും ചെയ്യുമെന്ന് വളരെയധികം സംശയമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പാനിശരത്ത് ഇതില് പിന്നെ എല്ലാം ടൈമാണ്. അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും ടൈമും എല്ലാം ഓക്കെ ആണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ വിന്നർ ആയേക്കാം. പക്ഷെ എനിക്ക് തോന്നിയത് അപ്പാനിശരത്ത് ഒരു ഇതിന് വേണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് ഒരു അറ്റംപ്റ്റ് വേണ്ടായിരുന്നു. അദ്ദേഹം കാത്തിരുന്ന് അദ്ദേഹത്തിന്റെ പറയുന്ന അവസരങ്ങളും അത് അഭിനയവും അതിലൊരു ഫോക്കസ്. കാരണം അദ്ദേഹം പ്രൂവ് ചെയ്തൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാമെന്ന് മനസ്സിലാക്കിയ ഒരു ആക്ടറാണ്. അപ്പരിശത്തിന്റെ സംഭവം നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെയും എന്തിനാണ് അദ്ദേഹം ഇതിലേക്ക് വന്നേക്കുന്നത്? കൂടുതൽ ഫേമസ് ആവാനാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഈ അപ്പരിശത്ത് നമുക്ക് അതിന് കാണാം. പിന്നെ ബാക്കിയുള്ള ഇപ്പൊ ഈ രേണുസുധിയൊക്കെ പിന്നെയും അതുപോലെ തന്നെ ശാരിക നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഒരു എന്തായാലും ഹേറ്റേഴ്സ് കൂടുതലുള്ളതും ശാരികയും ഹേറ്റേഴ്സ് കൂടുതലുള്ളതാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു ഇത് നോക്കുന്ന സമയത്ത് അവർ ബിഗ് ബോസിൽ വന്ന അവരുടെ റിയൽ ക്യാരക്ടർ ചിലപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ അപ്പരിസരത്തിന് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് ഇതിട്ടും മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.